അല്ല നിങ്ങളിങ്ങനെ പശുവിനെ കൊടുക്കുന്നില്ലേ? കൊടുത്താൽ കുടുങ്ങിപ്പോവും. കാരണം നമ്മൾ വിചാരിച്ച മാതിരി അല്ലാന്ന്. മാർക്കറ്റിലെല്ലാം മായല്ലേ. ഒരു സാധനം പാലായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ ഒരു സംഗതി വിശ്വസിച്ച് ഇത് തന്നെ ഉണ്ടോ പടവലങ്ങ വിളവെടുക്കാനായിട്ടുണ്ട്. ഒക്കെ എൻ്റേതായ കൃഷിയിൽ ഞാൻ തന്നെ ഇപ്പം അതിൻ്റെ ചാണകവും മൂത്രമൊക്കെ എടുത്ത് ഇതിന് കൊണ്ടുവന്ന് വെച്ച് അത് ഫുൾ ജൈവമാണ്. ഒരു സംഗതി അതിൽ കൃത്രിമം ഞാൻ ചേർക്കൂല. അല്ല അങ്ങനെയല്ല, ഇത് നമ്മളെ നാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം. അതൊന്ന് ആഘോഷിക്കുക എന്നുള്ളതാണ്. ആഘോഷിക്കുന്നത് ഇങ്ങനെ വേണ്ടി ഇനീഷല്ലേ ഇനീഷേ ഓ പപ്പ അല്ലടാ നിങ്ങൾക്ക് ലേശം ചീര എടുത്ത് വെച്ചിക്കല്ലോ രണ്ടാക്കും. ഞാൻ എന്താ വന്ന് വാങ്ങാഞ്ഞേ? ആരാന്റെ പറമ്പെന്ന് പറിച്ചു കൊണ്ടുവരാനാ? ആരാണ്ടതോ? ഇത് ഞാൻ കൃഷി ചെയ്യുന്ന കൊണ്ടുപോയി തിന്നിട്ടാണ് അടി പറകില് പേരെ. അല്ല എന്താ ഇത് സംഭവം? എങ്ങോട്ടാ? അപ്പൊ സംഭവം ഒന്നും അറിയലേ? ഇവൻ എന്ത് വർത്താനോടെ പറയുന്നത്? ഞാൻ അറിയാത്ത എന്തെങ്കിലും സംഭവം ഈ കോഴിക്കോട് അങ്ങാടിയിൽ നടക്കുന്നുണ്ടോ? പിന്നെ പ്രത്യേകിച്ച് സംഭവം അറിയല്ലോ ചോദിക്കുന്നത്. സംഭവം അറിഞ്ഞിട്ടാണ് ഗംഗാധരന്റെ വെച്ചൂര് പ്രസവിച്ചല്ലേ? ഇവിടെ ഗംഗാധരന്റെ വെച്ചൂര് പ്രസവിച്ച കാര്യമല്ല ഇവിടെ പറയുന്നത്. നമ്മളെ പഞ്ചായത്തിലൊരു ഗംഭീര സംഭവം നടക്കാൻ പോവുക. എന്താ? നമ്മളെ സീമേച്ചി, അതുപോലെ തന്നെ സൈനുത്ത, രമ്യ, പ്രഭിജ ഇവരൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ. ഇനി മുതൽ അങ്ങോട്ട് ഒരു മാസത്തേക്ക് നമ്മളെ പഞ്ചായത്തില് ഒരു വീട്ടിലൊരു ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് അവർ ഫുള്ള് എക്സസൈസും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണമൊക്കെ ചോറ്, മത്തി, കപ്പ, ഇങ്ങനത്തെ സാധനങ്ങൾ, പയറ്, കടല, ഈ സാധനങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കാൻ പോവാണ്. അവരെ ജീവിതത്തിൽ തന്നെ അവർ ഉപേക്ഷിക്കാൻ പോവാന്ന്. അപ്പോ അവരിനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് മുതൽ നമ്മൾ ഫ്രൂട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അല്ലടി, ഒരു ദിവസം നമുക്ക് ഏകദേശം എത്ര കിലോ വരെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും? കിലോയോ? 2 പഴം, 2 ഓറഞ്ച്, 2 മുന്തിരി. അത്രേ കഴിക്കാൻ പറ്റൂ? അത്രേ പറ്റുള്ളൂ. അത്രയും കഴിച്ചാലേ നമുക്ക് നല്ല സ്ലിം ബ്യൂട്ടി ആവാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ഓൾറെഡി സ്ലിം ബ്യൂട്ടി ആണല്ല. സ്ലിം ആണ്, പക്ഷേ എന്ത് വർത്താനാവളേക്ക് പറയുന്നത്? അല്ല, ചോറ് നിൽക്കില്ലേ താഴെ ചുറ്റോ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ കഴിച്ചോണ്ടിരിക്കുന്നത് ചോറല്ല, പിന്നെ കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്. അയ്യോ, ആ പറഞ്ഞ സാധനം എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. ഏത്? കാർബോഹൈഡ്രേറ്റ്. സത്യമാട്ടോ ഈ പറയുന്നത്. കാരണം എന്താ, ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മളിപ്പോ എന്താ കഴിക്കുന്നത്? ശരിക്കും പറയുന്നത് ഫുള്ള് വേസ്റ്റ് ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. എടുമ്പള് രാത്രി ഈ അച്ഛനും അമ്മയും ഭർത്താവും ഒക്കെ ബാക്കിയാക്കുന്നത് നാളത്തേക്ക് വടക്കാണ്ടാതെ കളയണ്ടേ ചാടണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് കുത്തിരുന്ന് രാത്രി നമ്മളൊക്കെ അടിക്കലില്ലേ? എല്ലാ പെണ്ണുങ്ങളും എങ്ങനെ അങ്ങനെ കഴിച്ചിട്ടാണ് നമ്മളെ വയറിങ്ങനെ മരിച്ചു നിൽക്കുന്നത്. സേനത്താത്തൊക്കെ അറിയോ? അങ്ങനെ നോക്കണ ഒരു ദിവസം ഞാൻ 1 കിലോന്റെ ചോറൊക്കെ തിന്നുന്നുണ്ട്. പണ്ടൊക്കെ ഇല്ലേ കല്യാണ കേസറ്റ് ഇപ്പൊ ഇങ്ങനെ കണ്ടു നോക്ക്, അതിലുള്ള ചെക്കന്മാരെയും പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് കാണുക, എല്ലാം വയറൊക്കെ ഒട്ടി എന്താ ചുറുചുറുക്കൂടെയാണ് കല്യാണത്തിന് വരുന്നത്. ഇപ്പത്തേറ്റുകളൊക്കെ ന്യൂജൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നാലും ഇവിടെ ഇങ്ങനെ മൊഴിച്ചു നിൽക്കും. വയറ് ഭയങ്കര പ്രശ്നമാണ്. അത് കുറച്ചേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആരോഗ്യമാണ് നമ്മളുടെ സമ്പത്ത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് ഓരോരുത്തർക്കും മനക്കരുത്തുണ്ടാവണം. അക്കാര്യത്തിൽ ഈ പേടിക്കേണ്ട സീമ, എനിക്ക് നല്ല മനക്കരുത്ത്. ഫുഡൊന്നും കഴിക്കണമെന്ന് ഒരു പ്രശ്നം ഉണ്ടാവും. ഒരു പ്രശ്നം 10 ദിവസം വരാൻ പറ്റില്ല. തിന്നുമ്പോഴേ കുഴപ്പമുള്ളൂ, ഇല്ലെങ്കിൽ ഒരു കുഴപ്പം. ഓരോ മുന്തിരി കഴിക്കാലോ അല്ലേ? പിന്നെ മുന്തിരി കഴിക്കാം. അപ്പൊ എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മുന്തിരി കഴിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, മുന്തിരി കഴിക്കുന്നു. ഫ്രൂട്ട് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചേ? അത് നമ്മുടെ ശരീരത്തിൽ കുറേ വേറെ എന്തെല്ലോ വാരി വലിച്ച് തിന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഡയറ്റ് ചെയ്യുക. അതായത് ഫ്രൂട്ട്സ് മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കുക. അതിൽ പ്രോട്ടീൻസും മിനറൽസും ഒക്കെ അടങ്ങി നമ്മളെ മെറ്റബോളിസം നിലനിർത്താനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതാണ് ഓല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് എൻ്റെ മാതിരി പറഞ്ഞ വാരി വലിച്ച് തിന്ന് നേരവും കാലം നോക്കാണ്ട് എന്താ കിട്ടുന്നതെന്ന് നോക്കാണ്ട് അങ്ങ് തിന്നൂടലല്ല. അയ്യോ, ഞാൻ അതിനൊരു കാര്യം, ഒരു ഭക്ഷണം തന്നെ ചിലപ്പോൾ 4 നേരം കഴിക്കും. ചോറാണെങ്കിൽ രാവിലെ ചോറ് കഴിക്കും, ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, വൈകുന്നേരം ചോറ് കഴിക്കും, രാത്രി ചോറ് കഴിക്കും. ബാർപ്പിന് പോകുന്ന ബംഗാളികളെ മാതിരി ഇതെന്നാ പറഞ്ഞു. ഇപ്പം തന്നെ 1 നേരം അധികമല്ലേ, എല്ലാവരും 3 നേരം എന്നൊക്കെ ഭക്ഷണത്തിനെ പറ്റി പറയല്. അതൊക്കെ ഓക്കെ, ഭക്ഷണത്തിനൊക്കെ. പക്ഷെ ഞാൻ ഈ 4 എണ്ണവും എങ്ങനെയാണ് ഈ ഡയറ്റ് എടുക്കാൻ പറ്റിയാന്ന് ഞാൻ ആലോചിക്കുന്നത്. തുടങ്ങാം. ക്ലാസിക്കൽ ഡാൻസോ? അല്ല, ഇവിടെ തുടങ്ങുമ്പോ ഇങ്ങനെ കുമ്പിടും. ഒന്നും വേണ്ട. ഓ, ഇതെളുപ്പോ ഇതാ കുറയല്ലോ അല്ലേ? നെക്സ്റ്റ് മുന്നോട്ട് വരണ്ട. അങ്ങോട്ട് പോയേ. കൈ നോക്കൂ. 1 2 1. ഇത് അടിപൊളി. അയ്യോ,
വേണ്ട എനിക്ക് അപ്പുറം നിന്നാ മതി ഞാൻ ഇവിടെ നിൽക്കാം. ഇതിന്റെ ഇടയിലും അടിയെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കണം. അതൊക്കെ ശ്രദ്ധിക്കും. ഇങ്ങനത്തെ ഒന്നും വേണ്ട. ഈ വേറെ ഏത് എടുക്കുക പെട്ടെന്ന് വേറെ പറയാനുള്ളത്. പെട്ടെന്ന് വേറെ പറയാനുള്ളത്. രണ്ട് കൈ ഇങ്ങനെ വെക്ക്. നമ്മളെ നെഞ്ഞിന് നേരെ വെക്കണം. ഓക്കെ. എന്നിട്ട് നമ്മളെ മുട്ട് കാല് കൊണ്ട് നമ്മുടെ ഉള്ളം കൈ തൊടണം. 1 തൊടട്ടെ. അയ്യടെ താത്താനല്ല പറഞ്ഞത്. ഓക്കെ. 1 2 1 2 1. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും നന്നായിട്ടൊന്ന് ചിരിച്ചാലോ? ഇതെന്തും അട്ടഹാസം. വൃക്ഷാസനം. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ശ്വാസം മുകളിലേക്ക് വലിക്കുക, കൈകൂപ്പുക, വലത്തെ കാലെടുത്ത് തൊടയുടെ നടുവിൽ വെക്കുക. അങ്ങനെ തന്നെ കുറെ നേരം നിന്നോളും മിണ്ടാതെ. ഇത് വെറും ഡയറ്റ് മാത്രമല്ല, വിത്ത് എക്സസൈസ്. എക്സസൈസ് നിങ്ങളൊരു ഗവൺമെന്റ് അയമ പിടിച്ചോ. ഇനി ഇവിടെ എന്താ നടക്കുന്നത് നോക്കാതെ അതും പറഞ്ഞു നടക്കുന്നത് ഇടയ്ക്ക് തെറ്റിപ്പോകും. അടിപൊളി അടിപൊളി സാർ. അങ്ങനെ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ പപ്പുള്ള അടുത്ത് പറയാ, വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് നിന്ന് നടക്കാണ്ട് ഇവരെ പോലെ ഫ്രൂട്ട് ഡയറ്റൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നില്ലേ? ഓ വല്ലാണ്ട്. ഇതാ നിങ്ങൾക്ക് എന്റെ വക കോക്കനട്ട് ഫ്രൂട്ട്, തെങ്ങിൻ ഫ്രൂട്ട്. ഇത് ഇളനീരല്ലേ? എടോ എല്ലാം ഒന്ന് തന്നെ, ആ വൃക്ഷത്തിലുണ്ടാവുന്ന കായ. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഈ ഫ്രൂട്ട് വേണ്ട. ഞങ്ങളുടെ ആരോഗ്യത്തിനുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഞങ്ങൾ തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതാണ്. അത് നിങ്ങൾ റെഗുലർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നാട്ടിലുള്ള പലർക്കും കണ്ടുപഠിക്കുക. നിങ്ങൾക്ക് ആരോഗ്യരംഗത്ത് നമ്മുടെ നാടിന് വേണ്ടി ഒരു കുതിച്ച് നടത്താം. അതെ, ഇവിടെ ഒരു കാര്യം ചെയ്യും. ഇവർക്ക് നിങ്ങൾ മെസ്സേജും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ രണ്ടാളും ഒരു വൈറ്റ് പോയി വരാം. നിങ്ങളെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. എവിടെയത്? അതേടെങ്കിലായിട്ട് എനിവേ നിങ്ങൾക്ക് പണിക്കെടുത്ത് ഉപയോഗിക്കട്ടോ. ഓക്കെ, ഒരു വേ വേണ്ട. കാലമല്ലേ ചെട്ടിടുന്നു. ഇപ്പത്തെ കാര്യം നല്ല കാര്യം. ഇപ്പൊ ഞങ്ങളിപ്പോ ചെയ്യുന്നില്ലേ, അത് തന്നെ ഇപ്പൊ ആർക്കെങ്കിലും പിടിക്കുന്നുണ്ടാകോ? പക്ഷെ ഞങ്ങൾ തോറ്റു കൊടുക്കൂല, നമ്മൾ ചെയ്യും. അത് നമ്മളങ്ങനെ തന്നെ. ആൾക്കാരെ നോക്കൊന്നും വേണ്ട. നല്ലത് തോന്നിയാൽ ചെയ്താ ഞാൻ തരാം. എന്തേ ഇത് കണ്ടില്ലേ? ശരിയല്ലേ? ഇത് ഓടാണ്ട് ഓടുന്ന മാതിരിയുള്ള പരിപാടിയാണ്. വേറെ ഉണ്ട് പുതിയതൊക്കെ അല്ലേ? ഈ ഫ്രൂട്ട്സ് ഡയറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കി? നിങ്ങളെന്താ മനസ്സിലാക്കി? അതായത് നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സംസ്കാരം ഇല്ല. ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചൊരു പഞ്ചായത്താണ് ഞാനിത്. പക്ഷെ നമ്മുടെ ലേഡീസ് ഒക്കെ കൂടെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് കേട്ടപ്പോ തന്നെ ഒരു ആവേശമായി എനിക്ക്. കാരണം ഇത് വിദേശങ്ങളിൽ ഇത് സർവ്വസാധാരണമാണ്. അതായത് വാരി വലിച്ച് ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഭക്ഷണം കൊടുത്തിട്ട് ശരീരം ഭയങ്കരമായിട്ട് ഓവറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് പല അസുഖങ്ങൾ വരുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ അവരങ്ങനെയല്ല. അവര് വീക്കില് ഒരാഴ്ച ഒരു ദിവസം ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടങ്ങ് ആഘോഷിക്കും. ആഴ്ചയിലൊരിക്കല് അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ, ഞാൻ ഒരിക്കൽ ബോംബെയിൽ ഒരു ബിസിനസ് ആവശ്യത്തിന് പോയ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ ഉച്ച സമയമായപ്പോൾ അവിടുത്തെ കുറച്ച് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയായപ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ കയറി വരുന്നത്, അങ്ങനെ ചോറ് അവിടെ കിട്ടുന്നു ഇങ്ങനെ ആലോചിച്ച സമയത്ത് അവർ ഒരു ചെറിയൊരു ഡപ്പ തുറന്നിട്ട് എന്താ അറിയില്ല, ഒരു നട്ട്സ് എന്തോ എടുത്തിട്ട് അതിങ്ങനെ കഴിച്ചു. ഒരു ചെറിയ ഒരു 1/2 ഗ്ലാസ് വെള്ളവും അതിന് ചില ചോറ് ഇല്ല. കഴിഞ്ഞു, ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്കൊരു പ്ലേറ്റ് ചോറ് ഇടുന്ന കിട്ടണം. അങ്ങനെ നമ്മൾ അന്ന് സുഹൃത്ത് രാജീവൻ ഇവ പോയിട്ട് ചോറ് വാങ്ങിക്കൊണ്ടു വന്നു. പപ്പപ്പിള്ളേ സത്യായിട്ടോ ഈ കൊണ്ടുവന്ന ചോറ് വെച്ചാൽ ഒരു കപ്പ് കവിഞ്ഞിട്ടുണ്ട്. ഇവൻ അറിയാതെ. എന്നിട്ട് ഈ ഒരു കപ്പ് ചോറിന്റെ ഇടക്ക് 10-16 തരം കറിയോ. ഈ ബോംബെയിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, സെട്ടോമാരൊക്കെ ഇത് വന്ന് ഇങ്ങനെ നോക്കുക. അല്ലല്ലോ, ഒറ്റ മിനിറ്റ്. നിങ്ങൾ ഇവ വർത്താൻ ഓരോ മുന്നിൽ പോയി പറഞ്ഞാൽ ഓരോ വള്ളം മൊത്തം എന്നറിയോ? ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവാ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നല്ല രീതിയിൽ നിന്ന് കൊടുക്കുക. അതാ നമ്മൾ ചെയ്യേണ്ടത്. നല്ല കാര്യോ? എനിക്ക് നല്ല കാര്യമൊക്കെ ചെയ്ത് പരിചയമുണ്ട്. പറഞ്ഞത് വലിയൊരു സത്യമാണ്. എന്റെ കാര്യത്തില് നിങ്ങൾ തമ്മാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എനിക്ക് പോരുന്നാൽ തെങ്ങുമക്കാറുണ്ട്. എന്നോട് ഓൾക്കാമല്ലോ വർത്താനം പറയാ. ആ തെങ്ങുമക്ക പണക്കെന്താണോ ഇപ്പോ? പോയിട്ട് വരാം. പിന്നെ ഓക്കെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പോകുന്ന നല്ലത്. നിന്നിട്ടൊരു കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മളെ സൈനിത്താന്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഓൾക്ക് ഒരു അഭിവാദ്യമൊക്കെ അർപ്പിച്ചാറുണ്ട്. നല്ലൊരു കാര്യം ചെയ്യല്ലോ ഇത്. ഒരു മുന്തിരി തന്നെ ധാരാളം. എന്താ സൈന വിശേഷം? സുഖം തന്നെ രമണിയച്ചിയെ. എന്തല്ല പിന്നെ എന്നാല്? ഒന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഒന്നും ഇങ്ങോട്ട് വന്നു നോക്കിയതാ.
ഞങ്ങള് പിന്നെ വെറുതെ എങ്ങനെ ഇരിക്കുക എന്തേനു വെറുതെ എങ്ങനെ ഇരിക്കുക നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടുന്ന നോക്കാൻ വന്നാ ഞങ്ങൾ അതിനിവിടെ എന്താ വല്ല കലാപരിപാടികളും നടത്തുന്നുണ്ടോ ഒന്നുമില്ല. ഞങ്ങളെ ഫ്രൂട്ട്സ് ഡയറ്റ് ആണ്. ഫ്രൂട്ട്സ് മാത്രം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. വെറുതെ നിങ്ങൾ നോക്കി നിന്നിട്ട് നിങ്ങൾക്ക് വെറുതെ വിശക്കാണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്തേലും തിന്നോളി. ഞങ്ങൾ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ തിന്നിരിക്കട്ടല്ലേ. ഞങ്ങക്ക് വീട്ടിൽ പോയിട്ട് ഒരു പണിയില്ല. നിങ്ങളിപ്പോ പോന്നില്ല, കുറച്ചു നേരം ഇവിടെ നിൽക്കട്ടെ. അല്ല എന്നാ ശരി. ഇല്ല പോകുന്നില്ല, ഇവിടെ നിക്ക. എന്തിന്? വെറുതെ കുറച്ച് കണ്ടുപോയിക്കൊള്ളാം. ഈറ്റിങ്ങൾ എന്തെങ്കിലും കൂടി എന്തിനും അങ്ങോട്ട് കെട്ടിയെടുത്ത് കൊണ്ടുവന്നത് ആർക്കറിയാം. ഞാനങ്ങനെ നമ്മളെ കോൺസെൻട്രേഷൻ തെറ്റു. കോൺസെൻട്രേഷൻ പോവാൻ എന്താ ഇതെന്താ യുദ്ധം? ഇതൊരു തരം യുദ്ധം തന്നെയാണ് രമ്യെ. പിന്നെ അല്ലാണ്ട് ഇന്ന് നേരത്തൊക്കെ ചോറും കറിയും പൊരിച്ചുമീനൊക്കെ കൊഴിച്ച് തിന്നേണ്ട സമയത്താണ് ഒരു മുന്തിരിയിൽ നമ്മൾ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത്. അതിനടക്കാന്ന് ഇവളുമാർക്ക് മുന്തിരി എടുത്ത് കൊടുത്താലോ? ആദ്യം അതല്ലേ ഇമ്പക്കുള്ളൂ. മുന്തിരി പോയിക്കൂടെ, പണിയൊന്നും ഇല്ല അവിടെ. അഭിവാദ്യങ്ങൾ. കോഴിക്കോട്ടങ്ങാടികളെ സ്ത്രീകൾ ഇപ്പൊ എടുത്ത ഈ ഒരു തീരുമാനത്തിന് എന്റെ അഭിവാദ്യങ്ങൾ. എന്തായാലും ഗംഭീരമായ തീരുമാനം കേട്ടോ നിങ്ങൾ എടുത്തത്. ശരിക്കും നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ പ്രവൃത്തികൾ എന്താ? രാവിലെ തന്നെ അമ്മേനെ ഒന്നും ഉദ്ദേശിച്ചല്ല കേട്ടോ രമണിയായിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം. രാവിലെ തന്നെ എണീറ്റ് കിച്ചണിലേക്ക് കയറിക്കഴിഞ്ഞാൽ 2 കുറ്റി പുട്ടും വെച്ചിടും. നല്ല ആവി പറക്കുന്ന പുട്ട് അതിങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കടലക്കറി വറുത്തൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ ഒഴിച്ചങ്ങ് വെക്കും. അത് 2 കൂടി ഒരു പപ്പടവും വേണമെങ്കിൽ കൂട്ടി അങ്ങ് പിടിച്ചൊരട്ടി അടിച്ചാലുണ്ടല്ലോ. പക്ഷെ നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് അത്തരം ഫുഡുകളൊക്കെ ഒഴിവാക്കിയിട്ടല്ലേ നിങ്ങൾ ഇതിന്റെ പുറകെ വന്നിട്ടുള്ളത്. നല്ല അഭിമാനം ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമാണോ, ഉച്ചക്കത്തെ സദ്യ നല്ല തുമ്പപ്പൂ പോലത്തെ ചോറിങ്ങനെ എടുത്ത് അതിലൊരിത്തിരി സാമ്പാർ, ഒരു പപ്പടം പൊരിച്ചത്, ഒരിത്തിരി അച്ചാറ്, മീൻകറിയും കൂടെ സൈഡിലേക്കൊന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ചാല് വെട്ടിക്കൊടുത്താൽ ഈ മീൻകറിയും സാമ്പാറും തമ്മിലൊരു സൗഹൃദത്തിലായി ഇത് 2 കൂടി ചേർത്ത് പിടിച്ചിങ്ങനെ ഒരട്ടി അടിച്ചാലുണ്ടല്ലോ. ഞാൻ പൊരിച്ച മീൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ടില്ല. ഞാൻ കയ്യിലെ ഇഷ്ടം എനിക്ക് ആയിക്കൂറേ. ബാക്കി പരിപാടി നിർത്തി പോയി ചോറുണ്ടാലോ? രമ്യ നമുക്ക് വിശക്കുണ്ടടി. ഉണ്ടോന്ന് എന്ത് ചോദ്യ. പക്ഷെ ഇതൊന്നുമല്ല നിങ്ങളോട് എനിക്കുള്ള സ്നേഹം കൂട്ടുന്നത്. വൈകുന്നേരം 4-5 മണിയാകുമ്പോൾ നമ്മുടെ കോഴിക്കോട്ടങ്ങാടി തന്നെ ഉണ്ടാക്കുന്ന ചില കടകളിലെ പൊറാട്ട ഉണ്ട്. പൊറാട്ട അങ്ങനെ വീശി അടിച്ചിട്ട് 2 കൂടെ ചേർത്ത് നൂല് പോലെ അങ്ങ് എടുക്കും. അതിൻ്റെ ഓടിക്ക് ആ ബീഫ് വരട്ടി കുരുമുളകൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മണം വരാനുണ്ട് എൻ്റെ മക്കളെ. പൊറാട്ട ചെറുങ്ങനെ ഒന്നിങ്ങ് ചീന്തിയിട്ട് ആ ബീഫും കൂട്ടി അറ്റി അടിച്ച സ്വർഗലോകം കണ്ടു മക്കളെ. പക്ഷേ അതുപോലും ഉപേക്ഷിച്ച് 2 നാരങ്ങയും മുന്തിരിയിൽ ഒതുക്കുന്ന നിങ്ങളെ മനസ്സുണ്ടല്ലോ, അതൊരിക്കലും അഭിനന്ദിച്ച മതിയാവില്ല. അത്രക്കും ഗംഭീരായൊരു തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. സമ്മതിക്കണം. അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അല്ല പ്രവിജ, പഴോ മൈസൂരാ? അല്ല മോനെ, കൊടൈക്കനാല്. അപ്പൊ നമ്മളെ കപ്പയും മത്തി റെഡി. ഇതൊക്കെ എന്ത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്ട് ഞാൻ എങ്ങോട്ടാ കൊണ്ടോണ്ട്? എടാ ഞങ്ങള് ഫ്രൂട്ട്സ് ഡയറ്റ് ആണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും കണ്ണിന്റെ ദൃഷ്ടി പോലും കണ്ടുകൂടാ. ഞങ്ങൾ ഇന്ന് ഫ്രൂട്ട്സ് കഴിച്ച് ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ നോക്കുമ്പോഴാണ് അവന്റെ ഒരു കപ്പയും മീനും. നിങ്ങൾ ഫ്രൂട്ട്സ് ഡയറ്റ് ആക്കിക്കോളൂ, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ഇത്രയും ത്യാഗം സഹിച്ച് ഇത്രയും വലിയൊരു സംഭവം നമ്മളെ കോഴിക്കോട്ടങ്ങാടിയിലെ പെണ്ണുങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാൻ പറ്റൂലേ? നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കണോ? നിങ്ങളെ മുന്നിന്ന് കഴിക്കാന്നല്ല ഞാള് പറഞ്ഞത്. ഇത് ഞാളിതാ ബാക്കിൽ പോയിരുതാ. അപ്പൊ പാവപ്പെട്ട കണ്ടോ പാവ പെണ്ണുങ്ങള് നിങ്ങളൊക്കെ ഇത് സ്നേഹം കാണാൻ വേണ്ടിട്ട് ഒരുപാട് വന്നത്. അല്ലാണ്ട് ഇവിടെ ഇതൊന്നും പറ്റൂല. അല്ല പോരെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ?
ഇത് ഞാളിങ്ങൾ കാണുന്നു വേണ്ട, ഞാള് ബാക്ക് പോയിട്ട് അവിടെ പോയിട്ട് കപ്പയൊക്കെ മുറിച്ചിട്ട് മീനൊക്കെ നല്ല ഇണറുള്ള മത്തിയാ മോളെ. കിട്ടാൻ ഞാൻ ഹാർബറിൽ പോയിട്ട് വാങ്ങിയതാ. 1.5 കിലോ മത്തി ഉണ്ട്. ഇത് പോയിട്ട് നിങ്ങളൊന്ന് പെട്ടെന്ന് സെറ്റ് ആക്കണം കേട്ടോ. എന്താ അല്ല പിന്നെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ആ കപ്പയും മീനും പാരയൊക്കെ ഇനി വെക്കും, എനിക്കറിയാം. അത് വേറെ കാര്യോ, അതടക്കട്ടെ. സൈനിത, ഈ കപ്പയും മത്തിയും സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ഈ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുഴുങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, നല്ല വെളിച്ചെണ്ണയിൽ നല്ല പച്ചമുളകൊക്കെ ചീന്തി ഇട്ടിട്ട് അതിലേക്ക് കടുകൊക്കെ ഇട്ടിട്ട് ആ കപ്പയൊന്ന് നമ്മൾ എന്താ പറയാ ഒന്ന് വറുത്തെടുക്കണോ. അതിന് ശേഷം നമ്മളെ മത്തി ഉണ്ടല്ലോ, നല്ല കുരുമുളകും അതുപോലെ തന്നെ മുളകും എല്ലാം കൂടി കൂട്ടി മാങ്ങയും കൂട്ടി വെച്ചിട്ട് രണ്ടും കൂടി ഒരു പിടുത്തം പിടിക്കണം. അത് ഇണറുള്ള മത്തിയാകുമ്പോണ്ടല്ലോ അതിങ്ങനെ തിന്നുമ്പോൾ ഒരു സുഖ. പോരാത്ത അതിൻ്റെ കൂടെ ഞാൻ 3 കാന്താരി മുളകും വാങ്ങിക്കൊടുത്തേക്ക്. കാന്താരി മുളക് അതിൽ ഇതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ അരച്ചിട്ട് ഈ വറവിലിട്ട് കപ്പ അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് തൊട്ട് നാവിൽ വെക്കുക. പായി എനിക്ക് തന്നെ വെള്ളം വരും. അത് പ്രത്യേക ടേസ്റ്റാ. നിങ്ങൾക്ക് അറിയുന്നല്ലേ, ഇത് ഈ ത്യാഗമൊക്കെ ഇതൊന്നും കഴിക്കാണ്ട് കുത്തിരിക്കുന്ന നല്ല ആളുകളല്ലേ നിങ്ങള്. അപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞാൻ പോയിട്ട് വരാം. പിന്നെ പോകുന്നതിൻ്റെ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അത് പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്. അതങ്ങനെ മറ്റുള്ള കാര്യമൊന്നുമല്ല. അതായത് കപ്പയും മത്തി ആകുന്നതിൻ്റെ മുമ്പ് ഒരു പഴം എനിക്ക് തിന്നാൻ തരും. ഇല്ലേ വേണ്ട അതെ, ഞാൻ അതിൻ്റെ അകത്തുനിന്നൊരു മത്തിയും കിടക്ക്, അല്ല ഒരു മുന്തിരിയും കിടക്ക്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. അതെ സൈനത്ത, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്റെ ജീവിതത്തിലെ ഞാൻ ഇമ്മാരി റിസ്ക് എടുത്തിട്ടില്ല. എടി, ഒരല്ലി വീതേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. നമ്മുടെ ഡയറ്റിന്റെ ഒരു എനിക്ക് ഇത് ഒരല്ലിയാണ് സൈനുത്ത. പരിപാടിയൊക്കെ നേരത്തെ തുടങ്ങിയില്ലേ? ഇത് ഇങ്ങനത്തെ നാടാ ഇതിന്റെ മുകളിൽ കളിക്കുന്നത്, വലിയ കൊടുകളായിട്ട്. മരം വെട്ടാൻ വന്നാ ഞാൻ ഇന്റെ അടുത്ത് വന്നിട്ട് എന്താ കാര്യമൊക്കെ മുറിച്ചിട്ട് കഴിഞ്ഞല്ലേ? പഴം എന്തായാലും ആർന്ന് കിട്ടിയില്ല. കിടക്കട്ടെ, ഞങ്ങക്ക് തിന്നാൻ കൊണ്ടുവച്ചത്. അയ്യോ, പരിപ്പ് വട ഉണ്ടാക്കുന്നുണ്ട്. എടി, അത് പരിപ്പ് വടയല്ല, ഐറ്റിങ്ങളാ മത്തിയില് വറവ് ഇടുന്നതാ. ഐറ്റിങ്ങളതാ പച്ചക്കുരുമുളകും കുത്തിയിട്ടിരിക്കുന്നു. നല്ല വേണം എന്റെ കപ്പ. എനിക്കിതൊന്നും സഹിക്കാറായി. സൈനുത്ത, നല്ല കളറുണ്ട് മീൻകറിക്ക്. പുളിയും മുളകും അടി നക്കി നക്കി തിന്നുന്നുണ്ടല്ലോ. മത്തി നല്ല നോക്കുങ്ങൾ, നെയ്യുള്ള മത്തിയാ. ഇത് നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ നല്ല വെള്ള കളറാ, കണ്ടോ? അതതിന്റെ ടേസ്റ്റ്. രമണേച്ചേ, ഏരു കറക്റ്റാ. ഒന്ന് ചിലക്കാണ്ട നിക്കുന്നത് എന്താ? എടോ, ഇത് തിന്നാനോ കിട്ടുന്നില്ല. ഞാൻ അത് കണ്ടെങ്കിലും ആസ്വദിക്കട്ടെ. അയറക്കം പിടിക്കട്ടെ എല്ലാണത്തിന്. ഇടി നോക്കണേ, കപ്പ അതും കൂടെ കുഴയ്ക്കുമ്പോള്ള ഒരു ഇത് നോക്ക്. ഈ മത്തിക്കറി ഉണ്ടല്ലോ, സംഭവം വെള്ളം പോലെയാണ്. ഒഴിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് എല്ലാം കൂടി കാസർഗോഡ് എത്തുന്നത് ഉണ്ട്. എന്നാലും അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യ ടേസ്റ്റാ. വെള്ളത്തിന്റെ എന്താ ചെയ്യാ, നിങ്ങൾക്കത് തിന്നാനും പറ്റൂലോ. ചുമരന്റെ അടുത്ത റേഡിയോ ഉണ്ട്. ചെറുതോ വലുതോ? എന്റെ മോളെ, പാല് പോലത്തെ മത്തി കൊറേ കാലത്തിന് ശേഷം മൊയ്തിക്കാൻ നല്ല മത്തി വന്നു. മാങ്ങട്ടിക്ക് മാങ്ങട്ടിക്ക് ജലമാങ്ങ. തക്കാളി എന്താ അറിയോ, തക്കാളിന്റെ പുളിയും ഒരുമിച്ച് പിഴിഞ്ഞാൽ മത്തിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ രീതി കിട്ടും.
കറക്കി. പക്ഷെ അത് ഇങ്ങനെയൊന്നും അല്ല വെക്കണ്ടേ. അല്ല നന്നായില്ലേ കണ്ടാലറിയാം. കണ്ടിട്ട് തിന്നാലേ അറിയാൻ പറ്റും. ലേശം ഒന്ന് അമ്മോ അധികം തിന്നണ്ട പപ്പുള്ള ഗ്യാസ് ആവട്ടോ. ശരിയാ ഗ്യാസ് ആയെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. ആ ഇരിപ്പൊരു ശരിയായില്ല. ഷുഗറോ? ഇത് ഞാനുണ്ടല്ലോ മാസങ്ങൾക്ക് ശേഷം അത് കഴിക്കുമ്പോ ഒരു പിടുത്തം പിടിക്കണം. എപ്പോഴെങ്കിലും കഴിക്കൂ, ഡെയിലി കഴിക്കുന്നില്ലല്ലോ. കഴിക്കുമ്പോ നന്നായി കഴിക്കണം, അതാ അതിന്റെ ഒരു സുഖം. തൊണ്ടേ കൊടുക്കണ്ട കേട്ടോ, ശ്രദ്ധിച്ച്. ചെറിയ മത്തിയല്ലേ, അഥവാ കുടുങ്ങിയാൽ അങ്ങ് മൂപ്പരങ്ങ് പോയിക്കോളും. മത്തിന്റെ മുള്ളിനടക്കം ടേസ്റ്റ് ആടി. മുള്ള ചവച്ചരച്ച് തിന്നാണോ? തുപ്പരുത്. അല്ലോ എനിക്കിതൊന്നും കാണാൻ വയ്യ. പോരേടി എല്ലാം പോയാ പറയിപ്പിക്കാതെ. കപ്പ ലേശം ഉടഞ്ഞായാലെന്താ? ഭയങ്കര ടേസ്റ്റ് അല്ലേ? മീൻകറി സൂപ്പർ ആയിരുന്നു. കുരുമുളകിന്റെ എരിയായി. അപ്പൊ പിള്ളേ കഴിക്കാൻ ഇങ്ങനത്തെ കപ്പ കഥയും പറഞ്ഞു. ഞാള് നല്ല കപ്പയും മീൻകറി അടിച്ചു വരികയാണ്. ഇവിടുന്ന് സൈനുത്താന്റെ വീട്ടിൽ നിന്ന്. സൈനുത്താന്റെ വീട്ടിന്നോ? എടാ ഒരു ഫ്രൂട്ട് ആയിട്ടില്ലല്ലേ? എനിക്കല്ലേ ഉള്ളൂ, ഉമ്മക്കില്ലാലോ. അതല്ല, നിങ്ങൾക്ക് ഒരു കഥ വേണ്ടേ? ഓല അങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്ന രംഗങ്ങൾ അതിന്റെ മുന്നിൽ കുത്തിട്ട് കൊതിപ്പിക്കുക. അല്ലാന്ന് ഓരാടുന്ന ഡയറ്റ് എടുത്തോട്ടെ, ഉമ്മക്ക് വിശക്കുകയല്ലേ? ഞാള് മനുഷ്യന്മാരല്ലേ? ഞാള് ഓല മുന്നിൽ നല്ലാന്ന് ഭക്ഷണം കഴിച്ച് ഞാള് പിറകുന്നല്ലേ? ഓല് കണ്ടിട്ട് പോലുമില്ല. പിന്നെ സാധനം വാങ്ങിക്കൊണ്ടോന്നൊക്കെ ഓല് കണ്ടിട്ടുണ്ട്. അതൊന്നും ഓൽക്കൊരു വിഷയമുള്ള കാര്യമല്ല. അങ്ങനാണെങ്കിൽ ഓലെ സമ്മതിക്കണം. ഇവിടെ ഇങ്ങനെയൊക്കെ പരിപാടി നടന്നിട്ടും പിടിച്ചു നിന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. രാവിലെ നമ്മൾ കയറി അഭിനന്ദിച്ചതിന്റെ ഗുണം കാണുന്നുണ്ട്. മക്കളെ ഇത്രയും ടേസ്റ്റുള്ള കപ്പയും മീനും ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഞാനും ഇത്രയും വിശപ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുമില്ല. സത്യ ഇത്തിരി കറിങ്ങ ഒഴിക്കി. ആ ചട്ടി എനിക്ക് പഠിക്കാനുള്ള ഞാൻ ചട്ടി എടുത്ത് എനിക്ക് ചാറങ്ങോട്ട് ഒഴിക്കി. ഇത്തിരി തരൂട്ടോ. ഇത്തിരി കപ്പ കുമ്പഴ കൈ എടുത്താ പോരെ, ഇന്റെ എടുക്കാൻ നിക്കണോ? അയ്യോ വെള്ളം തട്ടിപ്പോയി. കാന്താരി മുളകിന്റെ സമ്മതി കൂടി ഉണ്ടെങ്കിൽ എന്തോരട്ടെ. എടി ഐറ്റിങ്ങൾ പോയി പറിച്ചുണ്ടാക്കുന്ന ഞാൻ കണ്ടതാ, എന്റെ തീർത്തതാ. എന്നാലും വേണ്ട, തിരികെ ബാക്കി വെച്ചല്ലോ, അതെന്റെ ഭാഗ്യം. അത് പറ, പുണ്യം കിട്ടട്ടെ. ഓ എന്റെ മക്കളെ, അതെങ്കിലും വെള്ളം കുടിക്കുന്ന മെല്ലെ ചുമക്കി നാട്ടാരൊക്കെ ഇവിടെ എന്താ ആക്രാന്താണ് തൊണ്ട കെട്ടിന്ന് തോന്നുന്നു. നല്ല ഫ്രൂട്ട് ഡയറ്റ് അടിപൊളി. ഓ കണ്ട് ലേശാക്കണ്ട, അപ്പാടെടുത്ത് മിണിക്കോ. നിങ്ങളെ കുറിച്ചല്ലേ ഞാനീ കണ്ട നാട്ടുകാരോട് മുഴുവൻ പോയിട്ട് ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് സംസാരിച്ച്. അതിന് ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് പട്ടിണി എടുക്കാന്നല്ലോ, വിശന്നിട്ടാന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അതിനൊക്കെ ഒരു മാനസിക കരുത്ത് വേണം. മനസ്സിലായി? ഞാൻ കൊല്ലത്തിൽ 3 മാസം മെലിയാൻ വേണ്ടിയിട്ട് 10-13 കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഒഴിവാക്കുന്നുണ്ട് അറിയാം? അരി ഭക്ഷണം, ഓയിലി ഫുഡ്, ബേക്കറി, വിശിച്ച മധുരം. അത് നമുക്ക് സൗന്ദര്യം വരാൻ വേണ്ടിട്ടല്ല, ഞങ്ങൾക്ക് ആ സൗന്ദര്യം വേണ്ട. സൗന്ദര്യം ഞാൻ കപ്പയും മീനും ഒഴിവാക്കിട്ട് എന്ത് ഡയറ്റല്ലേ? ആരോടും പോയി പറയല്ലേ.